പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ഇതൊരു വലിയ സത്യമാണ്. ഇന്ന് ഈ സത്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേകം ഭർത്താക്കന്മാരുണ്ട്. ഇവിടെ വചനം പറയാണ്, ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ഭാര്യമാർ കൊണ്ടുവരുന്ന അവരുടെ ഷെയർ, സ്ത്രീധനപ്പണം എന്ന പേരിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കൊണ്ടുവന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കും. കാരണം അവളുടെ ഓഹരിയാണ്, ഷെയറാണ്. നാളെ അവൾക്കിവിടെ ജീവിച്ചു പോകേണ്ടതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഓഹരി കൊടുക്കും. പ്രിയ സഹോദരങ്ങളെ, പിന്നീട് ഈ ഓഹരിയെ ചൊല്ലിയായിരിക്കും തർക്കവും അടിയും വഴക്കും. ഇത് നിങ്ങളുടെ അപ്പൻ്റെ വകയല്ല, എൻ്റെ അപ്പൻ അധ്വാനിച്ചതാണെന്ന് ഭർത്താക്കന്മാരുടെ മുഖത്ത് നോക്കി പറയുന്ന ഭാര്യമാരുണ്ട്. നിങ്ങളുടെ കുടുംബസ്വത്തൊന്നുമല്ല, ഇതെൻ്റെ അപ്പനും അമ്മയും അധ്വാനിച്ച് തന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്. ഒരുപക്ഷെ സാമ്പത്തികമായ തകർച്ചയിലോ കടബാധ്യതയിലോ നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഭാര്യയുടെ കയ്യിൽ കിടക്കുന്ന വളയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പണയം വെക്കാനായിട്ട് ഭാര്യയോട് ചോദിക്കുമ്പോൾ ഇതെൻ്റെ കാരണവന്മാർ തന്നതാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്തോ എന്ന് പറയുന്ന ഭാര്യമാർ ധാരാളമുണ്ട്. ഭാര്യയുടെ സമ്പത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിനെന്നും നിന്നയുണ്ടാവുള്ളൂ. അവന് മറ്റുള്ളവരുടെ മുമ്പിൽ ശിരസ് ഉയർത്തി നടത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഇന്ന് ഭാര്യയുടെ വീട്ടിൽ നിന്ന് സ്വത്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഭാര്യ പറയും, എൻ്റെ കഴിവ് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. ഭാര്യയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അനേകം ഭർത്താക്കന്മാർ, പുരുഷന്മാർ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സമ്പത്തിൻ്റെ പേരിൽ വേദനിച്ച് കഴിയുന്നവരുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ നമ്മളിൽ വഴക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതായിരിക്കും, ഈ സമ്പത്തിൻ്റെ മേഖലയാകാം. ആരും പറയുന്നില്ല. ഭാര്യയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഭാര്യ പൊടിപ്പും തെങ്കലും വെച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഭർത്താക്കന്മാരോട് ആരോടും പറയാറില്ല. അവർ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊന്നും മിണ്ടാതെ ചിലപ്പോൾ ഇറങ്ങിപ്പോയിന്നിരിക്കും. ചില ഭർത്താക്കന്മാർ ഒരു രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശകല അടിച്ചേച്ച് വന്നിച്ച് രണ്ട് ഒച്ചപ്പാടും തെറിയും ബഹളമൊക്കെ ഉണ്ടാക്കിയെന്നിരിക്കും. അങ്ങനെയുള്ളവരുമുണ്ട്. അവസാനം അത് അടിപിടിയായിട്ട് മാറുന്നവരുണ്ട്, കേസിലേക്ക് പോകുന്നവരുണ്ട്. ഭാര്യയുടെ ധനത്തിൽ ഭാര്യയുടെ കുടുംബക്കാർ അവരുടെ പണം വാങ്ങിച്ചത് പരമാർത്ഥമാണെങ്കിൽ അവരെന്നും എണ്ണിക്കൊണ്ടിരിക്കും. നിനക്കെന്താ ഉള്ളത്? എൻ്റെ മോക്ക് ഞാൻ കൊടുത്തതല്ലേ, നിൻ്റെ കാരണന്മാർ നിനക്ക് വേണ്ടിയിട്ട് എന്തുണ്ടാക്കി എന്നുവരെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുള്ള അനേകം പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അനേകം പുരുഷന്മാർ അടിമകളെപ്പോലെ ജീവിക്കുന്നവരുമുണ്ട്. പലരും പറയും, പാവപ്പെട്ട സ്ത്രീകളെയെല്ലാം അടിച്ചൊതുക്കി ജീവിക്കുന്ന ഭീകരന്മാരാണ്, കൊടും ഭീകരന്മാരാണ് പുരുഷന്മാരെന്ന്. പ്രിയ സഹോദരങ്ങളെ, മറിച്ചുകൊണ്ട് കേട്ടോ, ചങ്കയെ കൈവച്ചുകൊണ്ട് ഓരോ സ്ത്രീയും ആത്മപരിശോധന ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ഭർത്താവല്ല ഭാര്യയെ പീഡിപ്പിക്കുന്നത്, പിന്നെ ഭാര്യമാരാണ് ഭർത്താക്കന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ധൈര്യമായിട്ട് പറയാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. ഇതൊരു വലിയ സത്യമാണത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഈ പറയപ്പെട്ട ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയണ്ട.
ദൈവതിരുമുമ്പിൽ ആത്മപരിശോധന ചെയ്യണം സഹോദരങ്ങളെ. സ്ത്രീധനത്തെ ചൊല്ലി കലഹമുണ്ടാക്കുന്ന കുടുംബങ്ങളുണ്ട്. ജീവിത പങ്കാളിയെയും അവരുടെ വീട്ടുകാരെയും നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്, പുരുഷന്മാരുണ്ട്. അങ്ങനെയുണ്ട് കേട്ടോ, രണ്ടു വശമുണ്ട്. സ്ത്രീധനത്തെ ചൊല്ലി നിൻ്റെ അപ്പൻ പറഞ്ഞ് പറ്റിച്ചില്ലേടി, നിൻ്റെ അപ്പൻ തന്നത് പൂച്ച സ്വർണമല്ലേടി, ഇട്ട സ്വർണമൊക്കെ പിറ്റേ ദിവസം വന്ന് മേടിച്ചുകൊണ്ട് പോയില്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ കലഹവും പ്രശ്നവും ഉണ്ടാക്കുന്നവരുണ്ട്. എന്നാൽ ഇവർ പൂച്ച കൊടുക്കാതിരിക്കണ്ടേ? എന്നാൽ കൊടുത്തത് മേടിച്ചുകൊണ്ട് പോകാതിരിക്കണ്ടേ? അതെങ്ങനെയാണ്? എവിടെന്നെങ്കിലും കടവും വിലയൊക്കെ മേടിച്ചതായിരിക്കാം, അവർക്ക് കടക്കാരന് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വധുവിൻ്റെ കുടുംബത്തിന് താങ്ങാനാവാത്ത ഷെയർ സ്ത്രീധനമായി വാങ്ങാൻ നിർബന്ധിക്കുക. അവരുടെ ഇല്ലാത്തത് അവരുടെ ഇല്ല തരാൻ, അതിനങ്ങ് നിർബന്ധിക്കും, ഇത്ര വേണം ഇത്ര വേണം. അങ്ങനെ തകർച്ച വന്ന കുടുംബങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുവാനും അവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാനും നമ്മൾ ആഗ്രഹിച്ച് മാറ്റം വരുത്തുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തിയുള്ളൂ. നമുക്കൊരു നിമിഷത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സ്ത്രീധനത്തെപ്പറ്റി കലഹമുണ്ടാക്കുന്ന, അതിൻ്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളും തകർച്ചകളും ഉണ്ടാകുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലമെന്നരുളി ചെയ്ത കർത്താവേ, ഇന്ന് അപകീർത്തിക്കപ്പെട്ടും കോപത്തിൻ്റെയും കലഹത്തിൻ്റെയും എല്ലാം അവസ്ഥയിൽ വേദനിച്ച് കഴിയുന്ന അനേകം മക്കളുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല മക്കളുടെ മേലും കരുണയായിരിക്കണമേ. അവിടുത്തെ തിരുവചനം മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവഹിതത്തിനനുസരിച്ചുള്ള ജീവിതം നയിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും സകല മക്കൾക്കും കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.